എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 നടന്ന LD ക്ലർക്ക് എക്സാമിന്റെ സ്റ്റേജ് 5ന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ആൻസർ എന്താ വരിക? ശ്രീ യു ഷറഫ് അലി. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ബി ഷേപ്പ്. SHAPE ഷേപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ സി പി വത്സല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരെ? ഇത് നിറയെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ആൻസർ ഡി EMS നമ്പൂതിരിപ്പാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? ആൻസർ സി നിഴലുറങ്ങുന്ന വഴികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ആൻസർ ബി ഓഗസ്റ്റ് 23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെ? ആൻസർ ബി TK മാധവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെ? ആൻസർ സി സ്വാമി വിവേകാനന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാരെ? ആൻസർ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എ ആണ്, 3 മാത്രമാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരല്ല? വൈകുണ്ഠസ്വാമികളല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ആൻസർ ഡി ഗോദാവരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. ആൻസർ ബി ആണ്, 2ഉം 3ഉം ആണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷമേത്? ആൻസർ എ 1853. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ആൻസർ ഡി ഝാറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല? ആൻസർ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കലെ. അപ്പോൾ ഒരു 141ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഹരിശ്രീ PSC എന്നുള്ള നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ കാണാം. പിന്നെ ഇംഗ്ലീഷും മലയാളവുമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 93 94 എണ്ണം അതിൽ പ്ലേലിസ്റ്റിൽ കാണാം. അതും നോക്കി പഠിക്കുക. മാത്സ് നിങ്ങൾക്ക് ഹരിശ്രീ PSC ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിലും 2009 മുതലോ മറ്റോ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കമന്റിൽ ഇട്ടാൽ മതി. അപ്പൊ നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആൻസർ ബി ഉത്തർപ്രദേശ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ആൻസർ സി ദേശീയ ജലപാത 3. ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമേത്? ആൻസർ സി അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരെ?
ആൻസർ എ മഹാത്മാഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ആൻസർ സി ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ സി അനുച്ഛേദം 21A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതു ഭാഗത്താണ്? ആൻസർ ബി ഭാഗം 4A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയഗാനമായ ജനഗണമന രചിച്ചത് ആരെ? ആൻസർ എ രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ആൻസർ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ആൻസർ ഡി 3:2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷത്തിൽ? ആൻസർ സി 1993 ഒക്ടോബർ 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏതു വർഷത്തിൽ? ആൻസർ ബി 12 ഒക്ടോബർ 2005. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമേത്? ആൻസർ എന്താണ് വരിക? ആൻസർ ഡി ആണ് വരിക, അനുച്ഛേദം 21. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ആൻസർ എ ദേവനാഗരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ആൻസർ ബി കടുവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ആൻസർ സി ക്വിറ്റ് ഇന്ത്യ സമരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? രാമൻ നമ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി? ആൻസർ ഡി രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കുവാൻ പോകുന്ന രാജ്യം? വഹിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ആരാണ്? ബ്രസീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്തർദേശീയ സഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല? ആൻസർ എ വിശ്വഭാരതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ആൻസർ സി 1919. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ആൻസർ ബി ദാദാഭായ് നവറോജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാരെ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരെ? ആൻസർ ഡി അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ആൻസർ ബി ബക്രാനങ്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്ത്? ആൻസർ എ റൗലറ്റ് ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി.
നെക്സ്റ്റ്, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം. ആൻസർ ബി, പി ടി ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷമേത്? ആൻസർ എ, 2017. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? ആൻസർ ബി, പാമ്പാർ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ്? ആൻസർ സി, ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? ആൻസർ ബി, നഞ്ചിയമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഡി, ഇടുക്കി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ആൻസർ ഡി, ഇരവികുളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ആൻസർ എ, വേമ്പനാട്ടു കായൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ബി, നെയ്യാറ്റിൻകര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരെ? ആൻസർ ഡി, അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? ആൻസർ ബി, അരുവിപ്പുറം. കേരളത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആൻസർ സി, ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമേത്? ആൻസർ എ, 1924. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? ആൻസർ സി, അരയ സമാജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാത ഏത്? ആൻസർ ബി, ബേപ്പൂർ മുതൽ തിരൂർ വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെ? ആൻസർ ഡി, കെ കേളപ്പൻ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? ആൻസർ എ, നെടുങ്ങാടി ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ആൻസർ എ, പാരീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവാരെ? ആൻസർ ഡി, വി ടി ഭട്ടതിരിപ്പാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുകൾ ഉണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ഏതാണ് തെറ്റായിട്ടുള്ളത്? ആൻസർ ബി ആണ്, 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ആൻസർ ബി, സമ്പർക്കം മുഖേന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി? ആൻസർ എ, സ്നേഹസ്പർശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ആൻസർ ഡി, മോണോസൈറ്റും ന്യൂട്രോഫിലും. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ആൻസർ ബി, ഭാഗ്യലക്ഷ്മി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വനവിഭവം അല്ലാത്തത് ഏത്? ആൻസർ ഡി, മണ്ണെണ്ണ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. ആൻസർ എ സൾഫർ ഡയോക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശുദ്ധജലത്തിന്റെ pH മൂല്യം. ആൻസർ എ 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആൻസർ സി റൂദർഫോർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ആൻസർ ഡി സിങ്ക്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ആൻസർ എ 18ാം ഗ്രൂപ്പിലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഡി ആണ്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് എന്നുള്ളതാണ് ഓക്സിജന്റെ ഉപയോഗമല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകുവാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ആൻസർ ബി കാർമോയ്സിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ആൻസർ ബി ഭ്രമണ ചലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ആൻസർ എ രാകേഷ് ശർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ്. എന്താണ് ആൻസർ വരിക? അപവർത്തനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപ പ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ സി ബാഷ്പീകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണമേത്? കാറ്റ്, തിരമാല, പെട്രോൾ, കൽക്കരി. പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതൊക്കെയാണ്? ആൻസർ 1ഉം 2ഉം ആണ് വരിക. എ എന്നുള്ള ഓപ്ഷൻ ആണ്. കാറ്റും തിരമാലയുമാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്. ഇതിലെ മാത്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അത് വർക്ക്ഡ് ഔട്ട് ആയിരിക്കും. അപ്പൊ അതെല്ലാം നോക്കി പഠിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.